അപ്പോൾ ഇന്നത്തെ കുടുംബശ്രീ ഷാദര ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ മധുശ്രീ ആണെങ്കിൽ നമ്മുടെ വിഷ്ണുവിനെ കണ്ടങ്ങ് ഫ്ലാറ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആകുകയാണ്. കാരണം വിഷ്ണു ഇറങ്ങി വരുന്നത് വിഷ്ണു ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതും ആ സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്ത് എന്താണ് ഒരു സിംഹത്തിൻ്റെ ഒരു പടം വെച്ചിരിക്കുന്നത്, വിഷ്ണുവും സിംഹവും എല്ലാം കൂടെ കണ്ട ഒരേ ലുക്കിലേക്ക് എന്താണ് ആ ഒരു പ്രൗഢി കണ്ട് വിഷ്ണുവിന് വായി നോക്കി വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ് നമ്മുടെ മധുശ്രീ. എന്നിട്ട് മധുശ്രീ മനസ്സിൽ പറയുവാണ്, എന്തു പറയുന്നത്, ഇതിപ്പോൾ ശാലിനിയുടെ ഭർത്താവല്ല എന്നെങ്കിലും ചിലപ്പോൾ ഞാൻ ഇവനെ കണ്ടാൽ വീണ് പോയനെന്ന്, കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ ഞാനാണെങ്കിലും ഇവനെ കണ്ടാൽ വീഴാതിരിക്കുന്നത്, ഇതിപ്പോൾ രണ്ട് പ്രതികാരത്തിൻ്റെ മധുരമാണല്ലോ എന്ന രീതി ശാലിനിയുടെ ഭർത്താവ് എന്ന് അറിഞ്ഞതിനകത്ത് അതിനേക്കാളും സന്തോഷം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഗ്ലാമറിൻ്റെ അപ്പുറത്തോട്ടേക്ക് എന്താണ് ആ ഒരു പ്രൗഢി ഉണ്ടല്ലോ, കാലെടുത്ത് വെച്ച് ഓരോ ഭാഗം വരുമ്പോൾ ആ സ്റ്റെപ്പിൽ വെക്കുമ്പോഴത്തേക്കും സിംഹം കാട്ടിനകത്ത് എന്താണ് പുറത്തേക്ക് ചാടി ഇറങ്ങി വരുന്ന ഒരു ഗാംഭീരത ആ കണ്ടെന്താണ് ഈ മധുശ്രീ എന്ന് പുലി എന്ന് സ്വന്തം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലായി ഈ എലിക്കുട്ടി കറക്റ്റായിട്ട് വിഷ്ണുവെ കണ്ട് ഫ്ലാറ്റായിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. പിന്നെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇവള് നല്ല പിള്ള ചമയാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ നല്ല പിള്ള ചമച്ചിലെല്ലാം നിർത്തി കൊടുക്കാനായിട്ട് നമ്മുടെ പപ്പിമോള് കാണിക്കുന്ന ധൈര്യവും, അച്ചമ്മേ ഷീസ് എ ബാഡ് ഗേൾ എന്ന് പറയാൻ നമ്മുടെ പപ്പിമോള് കാണിക്കുന്ന ധൈര്യവും എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മധുശ്രീയുടെ വീട്ടുകാരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കുന്നത് വിജയകുമാർ വിചാരിക്കുന്നുണ്ട് എന്നെ ഇപ്പോൾ ഇവിടെ കുഴിച്ച് മൂടാനാണ് വകയുള്ളത് എന്ന് നമ്മുടെ വിജയകുമാരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പം തന്നെ കാണിക്കുന്നത് എന്താണ്, ഈ മധുശ്രീയുടെ വീട്ടുകാരെന്ന് മധുശ്രീയെക്കുറിച്ച് കുറേ പുകഴ്ത്താൻ നിൽക്കുന്നത്, മധുശ്രീയുടെ ഓവർ ആക്ഷൻസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ മോനെ എന്തോന്ന് ഇതെന്തോന്ന് വെളിവില്ലാത്ത ജനങ്ങളാ എന്ന രീതിയിൽ നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിൽ ചിന്താഗതിയും, അപ്പം സത്യാമ്മ ഞങ്ങൾ വന്നത് എന്താണ് വിഷ്ണുവിനെ കാണാനല്ലേ, സത്യാമ്മയുടെ മോനെ വിളിക്കുക, അവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞതും, ഞങ്ങൾ ഇവിടുന്ന് ഈ കല്യാണം ഉറപ്പിക്കുന്നവരെ ഇനി പച്ചവെള്ളം പോലും കുടിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതും, ശ്യാമേ നീ ഇങ്ങി വന്നേ, വേറൊരു പണി നീ ചെയ്യണ്ട, അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു, നീ ഇങ്ങി വന്നാൽ മതി എന്ന് ശ്യാമയെ വിളിക്കുന്നത്. ശ്യാമ എന്താണ്, അയ്യോ കുഞ്ഞേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല, ഇനി എങ്ങനെ കുഞ്ഞേച്ചിയെ അറിയിപ്പിക്കുന്നു എന്നിട്ട് ശ്യാമ പെട്ടെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുവാണ്, കുഞ്ഞേച്ചിക്ക് ഒരു SMS അയച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു വെക്കാം, അപ്പം മെസ്സേജ് എന്തായാലും കുഞ്ഞേച്ചി കാണുമല്ലോ സമയം മാറ്റിയെന്ന്, അപ്പം കുഞ്ഞേച്ചിക്ക് വരാനായിട്ട് അത് തന്നെ ധാരാളം മതി എന്ന് പറഞ്ഞിട്ട് ശ്യാമ വേഗം അടുക്കളയിൽ നിന്ന് ആ മെസ്സേജ് അയച്ചിട്ട് ശ്യാമ ഇങ്ങനെ ഹാളിലേക്ക് കയറി വരിക. ശ്യാമ ഹാളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഈ മധുശ്രീ എന്താണ് നിന്നുകൊണ്ടിരുന്ന മധുശ്രീ എടുത്ത് എന്താണ് സത്യഭാമ പറഞ്ഞ് മോൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ്, മധുശ്രീ ആണെങ്കിൽ ഇരുന്നത് മധുശ്രീനെ എന്താണ് നമ്മുടെ പപ്പി മോളൊരു രൂക്ഷമായ നോട്ടം നോക്കുന്നുണ്ട്. മധുശ്രീയും തിരിച്ചെന്താണ് ഈ സാധനം എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാകാതെ പരസ്പരം നോക്കിയിരിക്കുവാണ്. അങ്ങനെ പുകഴ്ത്താനായിട്ടുള്ള ആരംഭമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മധുശ്രീയുടെ പാരൻസ് ആണെങ്കിൽ മധുശ്രീ അങ്ങ് ഇട്ടങ്ങ് പുകഴ്ത്തുവാണ്. അപ്പം മധുശ്രീ എന്തെങ്കിൽ ഇരുന്നതിൻ്റെ സന്തോഷം, ഒരു പുതിയ പെണ്ണിൻ്റെ നാണം എല്ലാം കുടിക്കൊണ്ടിരിക്കുകയും ആ പുതിയ പെണ്ണിൻ്റെ നാണത്തിന് രൂക്ഷമായി നോക്കി കൊടുക്കുന്നതാണ് നമ്മുടെ പപ്പിമോള്. നമ്മുടെ ശ്യാം അവിടെ വന്ന് നിന്നത് മധുശ്രീ എന്താണ് മനസ്സിലിരിക്കും, ഓ ഇവളാണല്ലേ അപ്പം ശാലിനിയുടെ അനിയത്തി, ഉടനെ ശ്യാമ മനസ്സിലിരിക്കും, ആണടി ഞാൻ തന്നെയാണ് ഈ ശാലിനിയുടെ അനിയത്തി എന്ന് ശ്യാമയെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ്, നീ കരുതി ഇരുന്നോടി, നിനക്കിട്ടുള്ള എല്ലാം നീ എങ്ങനെ ഞകളിക്കണ്ട എന്നുള്ള രീതിക്കകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇവള് ശ്യാമെടുത്ത് പറഞ്ഞു, ശ്യാമ എന്തിനാ നിൽക്കുന്നത്, ശ്യാമ ഇരിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീ എടുത്ത് നമ്മുടെ ശ്യാമ പറയുന്നുണ്ട് എന്താണ്, അപ്പോഴത്തേക്കും നമ്മുടെ സത്യഭാമ എന്താണ് നേരെ വിഷ്ണുവിനെ വിളിക്കാനായിട്ട് പോയി കഴിഞ്ഞു. കാരണം വിഷ്ണുവിനെ കാണാനല്ലേ വന്നത്, അതുകൊണ്ട് വിഷ്ണുവിനെ അപ്പം ഞാൻ പോയി വിഷ്ണുവിനെ വിളിച്ചിട്ട് വരാമെന്ന് സത്യാമ്മ പോയപ്പോഴത്തേക്കും ഇവക്ക് പിന്നെ സത്യാമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ മനസ്സിൽ പ്രതികാരം ചിന്തിക്കാനുള്ള സമയം കിട്ടി. അപ്പോഴത്തേക്കും മധുശ്രീ എന്താണ് ശ്യാമ എന്നൊക്കെ നീ അല്ലേ ശാലിയുടെ അനിയത്തി എന്നൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്കും ശ്യാമ എടുത്ത് പറയുകയാണ്, ശ്യാമ എന്തിനാ നിൽക്കുന്നത്, ശ്യാമത ഇവിടെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നേരെ മധുശ്രീ വളിച്ചു പോകുന്ന രീതിയിൽ അങ്ങ് കൊടുത്തിരിക്കുവാണ് ശ്യാമ. എന്താണ് മധുശ്രീ എനിക്ക് ഇരിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉള്ള വ്യക്തിയല്ലേ, എനിക്ക് എപ്പോഴാന്ന് വെച്ചാൽ ഇരിക്കാമല്ലോ, അതുകൊണ്ട് എന്നെ ഇരുത്താൻ മധുശ്രീ നോക്കണ്ടെന്ന് ശ്യാമ അങ്ങ് നേരെ പറയുമ്പോഴത്തേക്കും ഈ മധുശ്രീ എന്താണ്, ഓ അപ്പം നീ തുനിഞ്ഞെന്നെ ഇറങ്ങിയിരിക്കുവാണല്ലേടി എന്ന് മനസ്സിൽ വിചാരിക്കുമോ. ഉടനെ നമ്മുടെ ശ്യാമ മനസ്സിലിരിക്കും, ആണടി ഞാൻ തുനിഞ്ഞെന്നെ ഇറങ്ങിയിരിക്കുമോ, നിന്നെ കൊണ്ട് ഇവിടെ ഒരു പരിപ്പ് ഞാൻ വേവിപ്പിക്കത്തില്ല എന്ന് ശ്യാമ മനസ്സിൽ ചിന്തിക്കുന്നത് മധുശ്രീ മാറ്റി മാറ്റി ചിന്തിക്കുന്നു. ആയിക്കോട്ടെ ഇവിടെ ഞാൻ വരട്ടെ, നിന്നെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തി ഞാൻ എന്താണ് പോരിനിറങ്ങും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേക്കും രാഘവൻ നായർ കൂടെ എന്താണ് ഇവളെ നോക്കി എന്താണ്, ഓഹ് ശല്യം കയറി വരാൻ കണ്ടില്ലേ, ഇത് എവിടെ നിന്ന് പിടിച്ചോണ്ട് വന്ന് ഈ ജന്തുവിനെ ഈ ജീവി എന്ന രീതിക്കകത്ത് രാഘവൻ നായർ പരസ്പരം എന്താണ് ഈ മധുശ്രീയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മധുശ്രീ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓഹ് ഇങ്ങേർക്കാണല്ലോ ശാലിനിയുടെ കാര്യത്തിനകത്ത് സ്വന്തം അനിയത്തേക്കാളും ഭയങ്കര ഇത്ര വലിയ താല്പര്യമുള്ളത്, ഓഹ്
ഞാനിങ്ങോട്ടേ കയറി വരട്ടെ, ഇയാൾക്കിട്ട് ഞാൻ കൊടുത്ത് അവിടെ മൂലയ്ക്ക് ഒതുക്കി ഇരുത്തുന്നുണ്ട് എന്നൊക്കെ മധുശ്രീ മനസ്സിലേക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിജയകുമാർ എല്ലാവരും സൈലൻ്റാണ് ഭാഗം പോയി കഴിഞ്ഞപ്പം. അപ്പോഴത്തേക്കും നമ്മുടെ വിജയകുമാർ പറയുന്നത്, രാഘവൻ സാറേ എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ പരസ്പരം ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തോ ചോദിക്കാനാടോ വിജയകുമാറേ, ഇവിടെ എന്താണ് വേറെ എന്തെങ്കിലും പരസ്പരം കാണുന്ന ആൾക്കാർ അതെങ്കിലും കുശലം ചോദിക്കാം, വെയിലുണ്ടോ മഴയുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഇവരോടിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചോദിക്കാനാ? നമ്മുടെ വലിയ സ്വത്താണ് നമ്മുടെ മക്കൾ. എൻ്റെ മക്കളെ കാണാൻ തന്നെയല്ലേ വന്നിരിക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്കും എന്താണ് ഈ ശിവൻകുട്ടിയുടെ ഭാര്യയും പറയണം, അത് തന്നെ നമ്മുടെ വലിയ സ്വത്താണ് നമ്മുടെ മക്കൾ. അപ്പം നമ്മുടെ മക്കൾ എത്ര വലുതാണെന്ന് പറഞ്ഞാലും ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിപ്പിച്ചതിന് വിടണം. അപ്പം അതിനകത്ത് നമ്മൾ സങ്കടപ്പെട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വിജയകുമാർ പറയും, അത് ശരിയാ. രാഘവേട്ടൻ്റെ കാര്യം ഇപ്പം എന്ന് പറയുന്നത് ചൂടുവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം കണ്ടാൽ അറയ്ക്കുന്നുള്ള മട്ടിനകത്താണ് രാഘവൻ സാറിൻ്റെ പ്രതി. ഒരബദ്ധം പറ്റിയതല്ലേ, അതിൻ്റെ എല്ലാ വിഷമവും രാഘവൻ സാറിന് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും രാഘവേട്ടൻ പറയണം, എടോ വിജയകുമാറേ, തനിക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് താൻ പറഞ്ഞു പോലെ. അപ്പോഴത്തേക്കും ശാലിനിയുടെ അനിയത്തിയാണെന്നോ ശ്യാമ എന്താണെന്നറിയാൻ ഞെട്ടിയിരിക്കുക. കാരണം എന്താ പറയുക, രോഹിതിനെ പോലും ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തോ ശാലിനി കൊള്ളാത്ത കൊണ്ട് ഞങ്ങൾ വേറെ അന്വേഷിക്കാമെന്നാണോ ഈ പറയുന്നത്. അറിയാത്ത കഥയെക്കുറിച്ച് പറയാൻ നിൽക്കുവാണെങ്കിൽ തന്നെ എല്ലൂരി ഞാൻ പുറത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും, അയ്യോ പറഞ്ഞ അബദ്ധമായി പോയെന്ന് പറഞ്ഞിട്ട് ഈ ബ്രോക്കറുകാരൻ എന്താണ് അങ്ങ് വെള്ളം വിഴുങ്ങി അവിടെ അങ്ങ് നിൽക്കുവാണ്. അപ്പം ഏകദേശം എന്താണ് ഈ സംസാരം കേട്ടപ്പോഴത്തേക്കും മധുശ്രീ കുറച്ചുകൂടെ മനസ്സിലായി, ഈ രാഘവൻ നായർക്കാണ് മരുമോളെടുത്ത് ഇത്ര വലിയ പ്രീതിയും തോന്നുന്നു എന്നൊക്കെ രീതിക്ക് അത് മനസ്സിലായത്. എടോ കിളവാ, ഞാൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, തന്നെ ഞാൻ അടിച്ചൊതുക്കി ഒരു മൂലയെത്തുക. അതായത് സുസ്മിതയുടെ അസൽ പകർച്ച തന്നെ. സുസ്മിതയുടെ ഫ്രണ്ടാന്ന് വെച്ചിരുന്ന കാര്യമില്ല. സുസ്മിതയുടെ അമ്മയുടെ ഒരു വയറ്റിൽ നിന്ന് വന്ന ബിഹേവിയറാണ് മധുശ്രീയുടെ കയ്യിലുള്ളത്. കാരണം സുസ്മിതയാണ് രാഘവേട്ടനെ നോക്കിയിട്ട് എപ്പോഴും പറയുന്നത്, ഇത് കിളവാ, ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്ന് കയറിക്കോട്ടെ, തന്നെ ഞാൻ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്കകത്തിരുത്തുന്നു. സുസ്മിതയാണ് സ്ഥിരം പറഞ്ഞത്. ഇപ്പം അതേ ഡയലോഗ് തന്നെ നമ്മുടെ മധുശ്രീ പറയുക. അതിൻ്റെ ഇടയ്ക്കകത്ത് എന്താണ് നമ്മുടെ വിഷ്ണുവിനെ വീണ്ടും കോൾ ചെയ്യാനായിട്ട് നമ്മുടെ കമലൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ആശാൻ ഫോണും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് വേണ്ടിയിട്ട് അങ്ങ് വീട് വരെ നടക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ച് കമൽ എന്താണ് അങ്ങ് ഓടുവാണ് നേരെ സത്യാമ്മയുടെ വീട് വരെ, എന്തായാലും പോയെങ്കിലും പറയാന്നുള്ള രീതിക്കകത്ത്. അപ്പം പപ്പിമോളും തിരിച്ചെന്താണ് ഈ ബ്രോക്കറിനെ നോക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഫോൺ തറയെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിഷ്ണു കാണുവാണ് കമലൻ്റെ കോള്. പിന്നെ വിഷ്ണു ഫോൺ എടുക്കാൻ കയറി വരുന്നതും ആ ഫോണിലേക്ക് കൈ വെക്കുന്നത് എന്താണെന്നറിയോ, നേരെ സത്യാമ്മ വന്നിട്ട് ചോദിക്കുമോ, വിഷ്ണു നീ താഴെ ഇറങ്ങി വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേ, അമ്മേ കമലൻ്റെ ഫോൺ. കമലനല്ലേ വിളിച്ചത്, അല്ലാതെ ഇവിടുത്തെ ജില്ലാ കളക്ടറൊന്നും അല്ലല്ലോ വിളിച്ചത്. അത് പിന്നെ ആയാലും വിളിക്കാം, നീ ഇങ്ങോട്ട് താഴെ ഇറങ്ങി വാ, പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അമ്മയുടെ ഒരു കാര്യം എന്നിട്ട് എന്താണ് ആ ഫോൺ അവിടെ റൂമിൽ തന്നെ വെച്ചിട്ട് വിഷ്ണുവിന് താഴെ വരേണ്ടി വരുവാണ്. കാരണം അമ്മയുടെ അടുത്ത് വേറെ ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലില്ല. പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും വേണം, മറ്റുള്ളവരുടെ മനസ്സെന്തോന്ന് കേൾക്കാനുള്ള. അത് കേൾക്കാനുള്ള സന്മനസ്സില്ലാത്ത വ്യക്തി എടുത്ത് ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് വിഷ്ണു അമ്മയുടെ കൂടെ അങ്ങ് താഴെ ഇറങ്ങിച്ചല്ലോ. അങ്ങനെ വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം ഈ മധുശ്രീ ആണെങ്കിൽ തല പൊക്കി അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആ സ്റ്റെപ്പിലൂടെ ആ ഗോവണിപ്പടിയിലേക്ക് നോക്കുമ്പം സത്യാമ്മ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ ഓരോ എടുത്ത് വെപ്പും ആ മുണ്ടും പിടിച്ചുകൊണ്ടുള്ള ഒരു നടത്തയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഗാംഭീര്യത കണ്ട് മധുശ്രീ ഒരു നിമിഷത്തേക്ക് എങ്കിലും എന്താണ് ആ കള്ള് കുടിച്ച് ലക്കും ലഹരിയുമൊക്കെ കെട്ടി നടക്കുന്ന മധുശ്രീ ആണെങ്കിലും താനൊരു പെണ്ണാണ്, ഇത്ര സുന്ദരനായ ഒരാണ്, അതായത് ഇത്ര ഒരു ഗാംഭീര്യതയുള്ള ഒരാണ്, അവനെ കണ്ടാൽ വീണ് പോകാത്തവരാരുമില്ല എന്നത് മധുശ്രീ തെളിയിച്ചെന്താണ് അങ്ങനെ വിഷ്ണുവിനെ അങ്ങ് നോക്കി മറന്നങ്ങിരിക്കുവാണ്. കാരണം വിഷ്ണു ഇറങ്ങി വരുന്ന വരക്കോ അതിൻ്റെ കൂടെ തന്നെ എന്താണ് അടുത്ത് തന്നെ എന്താണ് ആ ചോരിൽ ഒരു സിംഹത്തിൻ്റെ പടം വെച്ചിരിക്കുക. ആ സിംഹത്തിൻ്റെ പടത്തിൻ്റെ ആ ഒരു പ്രൗഢിയും വിഷ്ണുവിൻ്റെ മുഖം അങ്ങോട്ടേക്ക്, ആ സിംഹത്തിൻ്റെ മുഖം ഇരിക്കുന്നതിന് അങ്ങോട്ടേക്ക് വിഷ്ണുവിൻ്റെ മുഖം വരുമ്പം രണ്ട് സിംഹങ്ങൾ ഒരുമിച്ച് കാണുന്ന ഒരു പ്രതീതിയാണ്. ആ ഒരു പ്രൗഢിയൊക്കെ കണ്ട് വിഷ്ണു എന്താണ് സ്റ്റെപ്പിൽ കൂടെ തല ഉയർത്തി നെഞ്ചുയർത്തി നട്ടലുയർത്തി ഇറങ്ങി വന്ന് വിഷ്ണുവിനെ കണ്ടുകൊണ്ട് ഈ മധുശ്രീ അങ്ങ് ടോട്ടലി ഫ്ലാറ്റായിട്ട് മനസ്സിൽ പറയണം, ഇവൻ ഇനി ശാലിനിയുടെ ഭർത്താവല്ല എന്നെങ്കിലും ചിലപ്പോൾ ഞാൻ വീണ് പോയനെന്ന്, എന്നാ ഒരു സ്റ്റൈലാന്നേ എന്ന് പറഞ്ഞിട്ട് അവനെ നോക്കി അങ്ങ് വെള്ളം വിഴുങ്ങിക്കൊണ്ടിരിക്കുക വിഷ്ണു നോക്കിക്കൊണ്ട്. എന്നിട്ട് പറയാം, ഇതിപ്പം എന്താണ് ശാലിനിയുടെ ഭർത്താവ് എന്നതും അല്ലാതെ സുസ്മിതയുടെ പ്രതികാരം എന്ന രീതിയിലൊക്കെ ആയിട്ട് രണ്ട് മധുര പ്രതികാരത്തിൻ്റെ എന്താണ് നല്ല ഗോളാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇവനെ പോലത്തെ ഒരുത്തരം കിട്ടാൻ ഭാഗ്യം ചെയ്യണം. എന്തോലും ഇവനെ ഞാൻ ഇതിനിപ്പം ശാലിനിയുടെ ഭർത്താവല്ലെങ്കിൽ ഞാൻ ഇവനെ ചിലപ്പോൾ മിസ് ചെയ്യത്തില്ല, ചിലപ്പോൾ ഞാൻ ഇവനെ അങ്ങ് സ്വീകരിച്ചതിനായിരുന്നു. എനിക്ക് എന്താ ലോട്ടറി അടിച്ചെന്നുള്ള മട്ടിനകത്ത് മധുശ്രീ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവാണ്.
തിരിച്ചെന്താണ് വിഷ്ണു അവളെ നോക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കും. വിഷ്ണുവിൻ്റെ പട്ടി പോലും അങ്ങോട്ടേക്ക് നോക്കാൻ നിന്നില്ല. കാരണം അതേ സീറ്റിൽ തന്നെയാണ് കുറച്ച് മാറി ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വിഷ്ണു എന്താണെന്നറിയോ, ആ സെറ്റിയുടെ ഏറ്റവും മൂലയിലേക്ക് പോയിട്ട് ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് ചാടിപ്പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് കയ്യും വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇരിക്കുകയാണ്. മധുശ്രീ കൂടെ അവിടെ ഇരുന്നിട്ടും വിഷ്ണുവിനെ അങ്ങ് നോക്കുവാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിഷ്ണു ആണെങ്കിൽ തിരിച്ചൊരു ഹായ് ഹലോ പറയാൻ പോയിട്ട് മധുശ്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോയിട്ട് ഇവളെ എങ്ങനെ ഇരിക്കുന്നത്, ഇവളെ കാണാൻ കൊള്ളാവോ, ഒന്നും നോക്കാനായിട്ട് വിഷ്ണു ഒരു രീതിയിലും തയ്യാറായില്ല. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ രോഹിത്തിനൊക്കെയാണെങ്കിൽ മുഖത്തിൻ്റെ പുച്ഛഭാവമോ ഉടനെ എന്താണ് മധുശ്രീ അടുത്ത് എന്താണ്, മധുശ്രീ എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടോ എന്ന് എന്താണ് സത്യാമ്മ ചോദിക്കാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ മധുശ്രീ പറയും, എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു സത്യാമ്മേ. ഞാനീ തുറന്ന് പറയുന്നതുകൊണ്ട് ആരും എന്നോടൊന്നും വിചാരിക്കില്ല, ഞാനിങ്ങനെയാണ്, ഞാൻ വളരെ ഫ്രാങ്കാണ്, എല്ലാം സത്യസന്ധമായിട്ട് തുറന്ന് പറയുന്ന ഒരു കൂട്ടത്തിനകത്താണ്. അത് അവിടെ എന്താണെന്നറിയോ, നമ്മുടെ രോഹിത് മതിയല്ലോ ഇത്രയൊക്കെ എന്നുള്ള രീതിയിൽ ആ ഒരു മുഖം വളിപ്പിക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അത് തന്നെയാണ് രോഹിത്തിന് ഇന്നത്തെ ദിവസം കൂടുതൽ കാണിക്കുന്നത്. കാരണം അത് ഈ മധുശ്രീനെ കണ്ടാൽ നമുക്കും അതേ തോന്നത്തുള്ളൂ. അപ്പോൾ അത് കാണിക്കുമ്പോഴത്തേക്ക് രാഘവേട്ടനാണ് ഇവളെന്തൊരു പെണ്ണിത് ഇത്രയും തുറന്നൊക്കെ സംസാരിക്കുന്നുള്ള രീതിക്കകത്ത് എല്ലാവരും ശ്യാമയ്ക്കാന്ന് ഇവക്കൊന്നും ഇഷ്ടപ്പെട്ടല്ലേ എന്നുള്ള രീതിയിൽ ശ്യാമയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ മധുശ്രീയുടെ അമ്മ പറയുവാണ്. എന്നിട്ട് മധുശ്രീ തന്നെ പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി, വിഷ്ണുവിനെ പോലത്തെ ഒരാൾക്ക് വേണ്ടി തന്നെ ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കല്യാണം ഇത്ര താമസിച്ച് പോയതും. പക്ഷേ എനിക്കിപ്പോൾ അതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല സത്യമാവേ, കാരണം ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരാളെ തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മധുശ്രീയുടെ അമ്മ പറയാം, ആണ് സത്യാമ്മയെ അവൾക്ക് വരാത്ത പ്രപ്പോസല്ല, 3ാം ക്ലാസ് തൊട്ട് ആൾക്കാർ പ്രേമാഭ്യർത്ഥന കൊണ്ട് അവളെ പിറകെ നടക്കുമോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഇത് എന്തുത സാധനങ്ങൾ, ഈ തള്ളയ്ക്കും തന്തയ്ക്കും ഇനി വിവരമില്ലേ, മോക്കാണ് ഇച്ചിരി പ്രശ്നം ചോദിച്ചപ്പോൾ ഈ വന്ന കൂട്ടങ്ങൾക്ക് ഒരു വിവരമില്ലല്ലോ എന്ന് നമ്മുടെ രോഹിത്ത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന കമലൻ എന്താണ് ഓടി വരാനുള്ള ശ്രമത്തിൽ കമലൻ നടക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കകത്ത് ശാലിനി അവിടെ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നതും ശാലിനി വാച്ചിൽ സമയം നോക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കകത്ത് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിക്ക് പക്ഷേ മിനിസ്റ്ററായിട്ടുള്ള മീറ്റിംഗ് സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്കത് ശാലിനി ഫോണോ SMS ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെന്നറിയോ സത്യാമ്മ, ഇവക്ക് ഞാൻ പറയാലോ 3ാം ക്ലാസ് തൊട്ട് പ്രപ്പോസൽസാണ് വരുന്നത്, കാരണം അത്രയ്ക്ക് സുന്ദരിയല്ലേ, പിന്നെ സ്വഭാവം നമുക്ക് പറയണല്ലോ, അത്ര സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഇവളെ എന്താണ് പഠിപ്പിച്ച ടീച്ചർമാർ അന്ന് തുടങ്ങി ഇന്ന് കോളേജ് വരെ എത്തിയതും എല്ലാ സമയത്തും എന്താണ് പഠിപ്പിച്ച സാറുമാർ വരെ ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്താണ് സംസാരിച്ചുകൊണ്ട് അങ്ങിരിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണെന്നറിയാം എല്ലാവരും കേട്ട് ഭയങ്കര ഇതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഭയങ്കര സൗന്ദര്യമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് തന്ത്രി പുകഴ്ത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും കമലൻ്റെ ഒരു ഫ്രണ്ടിനെ കമല റോഡിൽ വെച്ച് കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് എടാ എനിക്ക് ഈ ബൈക്കൊന്ന് താടാ, എനിക്കൊന്ന് എന്താണ് ആശാൻ്റെ വീട്ടിലേക്ക് പോകണം, എന്തോ അർജൻറ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ അങ്ങ് ബൈക്ക് എടുക്കുവാണ്. അപ്പോൾ ആ ബൈക്കിൽ കയറി നേരെ കമല എന്താണ് സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ വിജയകുമാറോട് പറയാം, അത് മാത്രമാണോ തങ്കപ്പെട്ട സ്വഭാവമല്ലേ, ഇത്ര നല്ല സ്വഭാവത്തിൻ്റെ ഒരു പെണ്ണിനെ ഈ കാലത്തിനകത്ത് എവിടെ കാണാൻ, സൗന്ദര്യവും പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഇത്ര കുലമഹിമയും പാരമ്പര്യവും നല്ല ബിസിനസ്സിൻ്റെ കുടുംബവും ഇതെല്ലാം വന്നിട്ടും ഇത്ര നല്ല സ്വഭാവം എന്ന് പറയുന്നതൊക്കെ ഇക്കാലത്ത് പെൺകുട്ടികൾ കാണാൻ പറ്റത്തില്ല പറയുമ്പോഴത്തേക്കും നമ്മുടെ സത്യം ശരി എന്ന് അതിന് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പപ്പിമോൾ ആ ഡയലോഗ് പൊടിച്ചെടുക്കുക. നോ എന്ന് പറയുമ്പോൾ എല്ലാവരും പപ്പി മോളെ നോക്കിയിരിക്കുമോ എന്തോ പറയാൻ പോകുന്നത്. നോ, ഷീ ഈസ് എ ബാഡ് ഗേൾ, ഷീ ഈസ് എ ബാഡ് ഗേൾ, ഷീ ഈസ് എ ബാഡ് ഗേൾ. അച്ഛമ്മേ പപ്പി എന്തോ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കിയിരിക്കും. രോഹിതും ശ്യാമയും രാഘവട്ടനും നമ്മുടെ വിഷ്ണു എല്ലാം നോക്കി പപ്പി മോൾ എന്തോ ഇങ്ങനെ പെട്ടെന്ന് ഇവളെക്കുറിച്ച് പറയുന്നത്, ഇവളാണെങ്കിൽ തല കുറിച്ചിരിക്കുക, അയ്യോ പണി പാളിയോ എന്ന രീതിക്ക്. അത് വിജയകുമാർ ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തോടെ അയ്യോ ഇനി ഇതിപ്പം എന്ത് പുകില വരാമോന്ന് അറിയാതെ നമ്മുടെ വിജയകുമാർ നിൽക്കുമ്പോഴത്തേക്കും അല്ല അച്ഛമ്മേ ഷീ ഈസ് എ ബാഡ് ഗേൾ, നേടെ ഈ പെണ്ണ് ഈ ആൻറ്റി കള്ള് കുടിക്കും, ഈ ആൻറ്റി സിഗരറ്റ് വലിക്കും, ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ, നീ എങ്ങനെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഈ മധുശ്രീയുടെ തന്തയും തള്ളയൊക്കെ എന്താണെന്ന് പറയുക വിളറി വെളുത്തവിടെ ഇരിക്കുവാണ്. കാരണം ഒന്നും പറയാമല്ല, മോള് ഇവിടെ വന്നിരിക്കുന്നതേ കള്ള് കുടിച്ച് ബൂസായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യാമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് പോയി മനസ്സിലാകാത്ത ഒരു പൊട്ടത്തിയായി പോയതുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോഴത്തേക്കും എന്താണ് നമ്മളെ പപ്പിമോള് അങ്ങ് ആവർത്തിച്ച് പറയുകയാണ്, ഇത് പന്ന പെണ്ണാണ്, ഇവൾ കള്ള് കുടിക്കും, എന്താണ് സിഗരറ്റ് വലിക്കും, ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ്, നീ എങ്ങനെ കണ്ടു പപ്പി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പപ്പിയെ പിടിച്ചിട്ട് വരട്ടുവാണ്. ഉടനെ എന്താണ് അത് കൊച്ചിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും സത്യാമ്മേ, കുഞ്ഞിന് എന്തെങ്കിലും അബദ്ധം പറ്റി എന്താണ് ഇനി ചിലപ്പോൾ എന്താണ് വല്ല സിനിമയിലൊക്കെ എന്താണ് ബോളിവുഡിലെ ഹീറോയിന്മാരൊക്കെ എന്താണ് കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും കണ്ടിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പോയതായിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് അത് ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും വേറെ എന്നെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടായിരിക്കുന്നു മധുശ്രീ പറയാൻ ശ്രമിക്കുമ്പോൾ അല്ല സത്യാമ്മേ ഞാൻ ഇവരെ തന്നെ കണ്ടത്, ഞാൻ ഇവരുടെ വീട്ടിൽ പോയപ്പം കണ്ടതാ, നീ ഇങ്ങനെ ഇവരുടെ വീട്ടിൽ പോയി. ഉടനെ അയ്യോ സത്യമായിട്ട് പോയി എന്ന് പറഞ്ഞാൽ സത്യം കൂടെ ചേർത്ത് എന്നെയും കൂടെ ചേർത്ത് ഇവിടെ കുഴിച്ചു മൂടുമല്ലോ, അത് പറയാൻ പറ്റത്തില്ലല്ലോ.
എൻ്റെ കയ്യിൽ ഈ ചേച്ചി കള്ളു കുടിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും സത്യാമ്മ അത് നിഷേധിച്ച് കളയാൻ വേണ്ടി ഇവർ എന്തൊക്കെ പറഞ്ഞിട്ടും നോക്കുമ്പോഴും നമ്മുടെ രോഹിത് പറയുന്നുള്ളൂ, സത്യാമ്മേ അത് നമുക്ക് ചുമ്മാ എടുത്ത് കളയാമല്ല, നമ്മുടെ പപ്പി മോൾ അങ്ങനെ കള്ളം പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോഴത്തേക്കും മോളുടെ കയ്യിൽ ഈ ചേച്ചിയെ കുറിച്ച് എടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ മോള് പോയി എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേ നമ്മുടെ പപ്പി മോൾ ഇതേണ്ട വീഡിയോ എടുക്കാനായിട്ട് മേളിൽ പോയി കഴിഞ്ഞു. എൻ്റെ ഫോണിനകത്ത് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അങ്ങനെ ഫോണിനകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പപ്പി മോൾ മേളിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് പപ്പി മോൾ അങ്ങനെ കള്ളമൊന്നും പറയത്തില്ല, പിള്ളവായി കള്ളമില്ല എന്നല്ലേ പറയുന്നത് എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ മധുശ്രീ എന്താണെന്നറിയാം, ഫോണും കൊണ്ട് നേരെ പപ്പിമോൾ താഴെ വരുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു നോക്കിയിട്ട് അയ്യോ ഞാൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല കേട്ടോ, അത് ഞാനല്ല എന്ന മട്ടിനകത്ത് നോക്കുമ്പോഴത്തേക്കും വിഷ്ണു അത് എന്തായാലും പൊളിഞ്ഞടി എന്നുള്ളൊരു മട്ടിനകത്ത് ഒരു ഭാഗത്ത് ഇപ്പോഴേ വിഷ്ണുവിനൊരു സമാധാനമായത്. എല്ലാവരും ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ വീഡിയോ നോക്കുവാണ്. വീഡിയോ നോക്കിയിട്ടാണ് ഈ വീഡിയോ കാണുന്നേ ഇല്ല, കാരണം വീഡിയോ അതിനകത്തില്ല. അച്ഛമ്മ ഇതിലുണ്ടായിരുന്നു എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ അത് വർക്കാവുന്നില്ല എന്നോ, നീ എന്തോ ഈ പറയുന്ന പാപ്പി, വന്നിരിക്കുന്നവർ കയറി ഈ ആക്ഷേപിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് കേട്ടോ, കുടുംബത്തിൽ വരുന്ന വലിയവരത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നേരെ വീഡിയോ കാണാതായപ്പോഴത്തേക്കും പപ്പി മോൾ ഇതാക്കും, മോളെ അച്ഛൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്തും ഷാമയൊക്കെ മേടിച്ച് വീഡിയോ നോക്കുമ്പോൾ വീഡിയോ വർക്കാവുന്നില്ല, വീഡിയോയ്ക്ക് എന്തോ ടെക്നിക്കൽ എററാണ്. അപ്പോഴത്തേക്ക് ദൈവം കാത്ത് രക്ഷിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് അത് മസ്റ്റിയുടെ അമ്മ നോക്കി പറയാം, വെച്ച് ചെന്ന് അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് എല്ലാം വെള്ളം കോരിയിട്ട് കലം കൊണ്ടുവന്ന് നീ ഉടച്ചില്ല എന്ന രീതി നോക്കും. അമ്മേ ഈ അവസരത്തെ അമ്മയും കൂടെ എന്നെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പരസ്പരം മനസ്സോട് മനസ്സ് നോക്കി സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വട്ടം ദൈവം രക്ഷപ്പെടുത്തു, ഇനിയെങ്കിലും മാനമര്യാദയ്ക്ക് നടന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ എന്താണ് ഇതുപോലത്തെ കള്ളു കുടിച്ചെന്നുള്ള രീതിക്കകത്ത് നീ ഇവിടുന്ന് പുറത്താക്കപ്പെടും, സത്യാമ്മ നിന്നെ പുറംകാലം കൊണ്ട് ചവിട്ടി എന്നാണ് തൊഴിച്ച് മുറ്റത്തേക്ക് കുഴിച്ചു കൂടാനാണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ തന്ത കയറി അങ്ങ് പറയുവാണ്, ഈ ശിവൻകുട്ടി പറയുവാണ്, അതായത് മോക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും, മോളെ വഴക്ക് പറയേണ്ടാന്നേ, കുട്ടികളല്ലേ അവർ ഈ സിനിമയൊക്കെ കാണുന്നല്ലേ, സിനിമാ നടിമാരും ബോളിവുഡ് നടിമാരൊക്കെ എന്താണ് സിഗരറ്റ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും കണ്ടിട്ട് അതിനി എൻ്റെ മോളാന്ന് തെറ്റിദ്ധരിച്ചാണ്, അവളെ കാണാനൊരു സിനിമാ നടിയെ പോലെ ഒരു ബോളിവുഡ് നടിയെ പോലെ ആണല്ലോ ഇരിക്കുന്നത്, പിന്നെ നമ്മൾ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. ഉടനെ ലോകത്തിട്ട് ബോളിവുഡിൻ്റെ ഒരു നടി എല്ലാവരും ചോദിച്ചിട്ടുണ്ട് തമനയാണോ എന്ന് ചോദിച്ചിട്ട് മോളെടുത്ത് പോയി സെൽഫി എടുക്കാൻ പോയിട്ട് തമനയോ എന്ന് നമ്മുടെ എന്താണ് കണക്കെഴുതുന്ന പിള്ള പോലും ആലോചിക്കുക, തമനയോ തമനയ്ക്ക് വന്ന ഒരു ഗതികേടെ എന്ന് നമ്മുടെ പിള്ള പോലും മനസ്സിൽ ആലോചിച്ചിട്ട് എല്ലാവരും എന്താണെന്നറിയോ ഈ ലക്ഷണത്തിൻ്റെ തന്നെ തമനേന്ന് വിളിക്കണം എന്ന രീതിയിൽ എന്താണ് മധുശ്രീയെ നോക്കി എല്ലാവരും ആക്കിയിരിക്കും. പക്ഷേ ഈ പൊട്ടത്തരങ്ങളെല്ലാം കേട്ട് തമനെങ്കിൽ തമനയുടെ അപ്പുറത്ത് എന്ന രീതിയിൽ ഭാവത്തിനകത്ത് അത് അംഗീകരിച്ച് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ സത്യാമ്മയ്ക്കാണ് അവിടെ എപ്പിസോഡിനകത്ത് കാണുന്നത്. അപ്പം എന്താണ് ഞാൻ മാപ്പ് പറയുന്നത് കേട്ടോ, കാരണം വീട്ടിൽ വന്നത് നിങ്ങളെ ആക്ഷേപിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണ്, അത് കുഞ്ഞു കൊച്ചാണെങ്കിലും അതിന് ഞാശം പറയുന്നു. അയ്യോ സത്യാമ്മയുടെ വീട്ടിൽ വന്നിരിക്കാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യമാണ്, അത് സത്യാമ്മ ഞങ്ങളോട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. പപ്പിമോളെ പിടിച്ചിട്ട് വഴക്ക് പറയുമ്പോഴത്തേക്കും പപ്പിമോളെ എന്താണ് ഷാമയുടെ നെഞ്ചിലോടി ചാരി പറയാം, അമ്മേ പോട്ട് മോളെ പോട്ട് സാരമില്ല. എല്ലാവരും ഒന്ന് സന്തോഷിച്ചു, കാരണം പപ്പിമോക്ക് എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നിയല്ലോ ഇതൊന്ന് മുടക്കാൻ വേണ്ടിയിട്ട് എന്ന സന്തോഷം അത് എല്ലാവരും അത് നോക്കി. പക്ഷേ എന്താണ് ഒന്നും ഏറ്റില്ല. സത്യാമ്മ പിടിച്ചിട്ട് എന്താണ് വഴക്ക് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രാഘവനെ പറയാം, ബാമേ നീ കൊച്ചിനെ കയറി വഴക്ക് പറയാൻ നിൽക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേരായാലേ ഈ മുതിർന്നവർ വരുമ്പോൾ ഇങ്ങനെയൊന്നും കയറിയല്ല സംസാരിക്കണ്ടേ, ഇങ്ങനെ സംസാരിക്കാനാണ് അച്ഛമ്മ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് അവിടെ കുഞ്ഞിനെ വഴക്ക് പറയുന്നെങ്കിലും എന്താണ് കുഞ്ഞിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്തങ്ങ് നിർത്തുവാണ് ഷാമയും രോഹിത്തും കൂടെ ചേർന്നിട്ട്. പിന്നെ എന്താണ് അവിടെ ഈ ശിവൻകുട്ടിയേട്ടൻ ഭയങ്കര രീതിക്കകത്ത് മോളെക്കുറിച്ച് പുകഴ്ത്തിയൊക്കെ നിൽക്കുന്നതും എന്താണ് ഷാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പപ്പിമോള് നിൽക്കുന്നതും വിഷ്ണു അവിടെ ഒരു ഭാഗത്ത് എന്താണ് ഇനി എന്താകുമെന്ന് അറിയാതെ നിൽക്കുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്